ലഹരി ഉപയോഗിച്ച ശേഷം കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളാകുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ലഹരിക്ക് അടിമപ്പെടുന്നവരെ ഡി അഡിക്ഷൻ സെന്ററുകളിലേക്ക് മാറ്റുമെന്നും വിഷയം അതീവ ഗൗരവമെന്നും മുഖ്യമന്ത്രി. ലഹരി വ്യാപനം തടയുന്നതിന് ഒന്നിച്ചു നിൽക്കാൻ കഴിയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സർ, ഇത് ഗൗരവമായ ഒരു വിഷയമാണ്. ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ സംസ്ഥാനത്ത് അതീവ ഗൗരവമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. യുവാക്കളിൽ വർദ്ധിച്ചു വരുന്ന അക്രമോത്സുകതയ്ക്ക് വിവിധ കാരണങ്ങളുണ്ട്. ലഹരിയുടെ ഉപയോഗം ഇതിനൊരു കാരണമാണ്. ഇതിന്റെ കേരളത്തിലേക്കുള്ള കടന്നുവരവിനെ പോലീസും എക്സൈസ് വകുപ്പും കർക്കശമായി തടയുന്നുണ്ട്. പോലീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ലഹരി ഉപയോഗിച്ച ശേഷം കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയാകുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നു. ലഹരിക്ക് അടിമപ്പെട്ട യുവാക്കളെയും മറ്റും കണ്ടെത്തി ലഹരി വിമുക്തി കേന്ദ്രങ്ങളിൽ എത്തിച്ച് ആവശ്യമായ കൗൺസിലിങ്ങും ചികിത്സയും നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു. നമുക്കെല്ലാവർക്കും ഇക്കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കാൻ കഴിയും. പൊതുസമൂഹത്തിന് ഒന്നിച്ചു നിൽക്കാൻ കഴിയണം.